Students, let us discuss about the single stage transistor amplifier circuit. അപ്പോൾ നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ അതിൻ്റെ കണ്ടീഷൻസൊക്കെ നമ്മൾ കണ്ടു. അതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് കണ്ടീഷൻസ്, അതിൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആവണം. അന്നേരം നമുക്ക് ഒരു ഫിക്സഡ് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ അത് വർക്ക് ചെയ്യും. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് എക്സെട്ര. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബയാസിങ് പോയിൻറ്റ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബയാസിങ് സർക്യൂട്ട് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബയാസ്ഡ് സർക്യൂട്ട് യൂസ് ചെയ്തു. ആൻഡ് ഔട്ട് ഓഫ് ദി ബയാസ്ഡ് സർക്യൂട്ട്സ് നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ഡിവൈഡഡ് ബയാസ് മെത്തേഡ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ പ്രൊവൈഡിങ് ദി സ്റ്റെബിലിറ്റി ഫോർ ദി ബയാസ് സർക്യൂട്ട്. സോ യൂസിങ് ദാറ്റ് വി ആർ ഡിസൈനിങ് എ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ നിങ്ങൾക്കറിയാം അതിൻ്റെ വർക്കിംഗ് പ്രോപ്പർട്ടി, അനലോഗ് വർക്കിംഗ് പ്രോപ്പർട്ടി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ റീജിയൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ 3 റീജിയനാണ് ട്രാൻസിസ്റ്ററിന് വരുന്നത്: കട്ട് ഓഫ്, ആക്റ്റീവ് ആൻഡ് സാച്ചുറേഷൻ. ഇതിൽ ഈ ആക്റ്റീവ് റീജിയനിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. കട്ട് ഓഫ് റീജിയൻ വരുമ്പോൾ നമുക്ക് അവിടെ അത് ഡിജിറ്റൽ സർക്യൂട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. സാച്ചുറേഷൻ വരുമ്പോഴും അതെന്താണ്, ഐദർ ഇറ്റ് വിൽ ബി 0 or 1 എന്നുള്ള കണ്ടീഷനിലേക്ക് മാറും. സോ ഇൻ ദ ആക്റ്റീവ് റീജിയൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദി വാല്യൂസ് of the input voltages and the input current, it has a particular value for the output voltage and output current. So first of all we are deciding the operating point or Q point. The operating point is also known as the quiescent point or Q point condition, and the circuit for the same is shown below, shown in the figure. First of all you draw the circuit. You can see that is here. You can choose the parts like this. So here in this figure ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ കുറേ എക്സ്ട്രാ വന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി പരിചയമില്ല. അത് ഈ ഒരു കപ്പാസിറ്റർ പരിചയമില്ല. ഇവിടെ വരുന്ന ഈ CC എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ, ഇവിടെ വന്നിട്ടുള്ള ഈ CE എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ നമുക്ക് പരിചയമില്ല. അതുപോലെ ഈ RL നമ്മൾ ഓൾറെഡി കുറച്ച് പരിചയമുള്ളതാണ്. RL എന്ന് പറഞ്ഞ ലോഡുണ്ട്. നമുക്ക് ഈ സിഗ്നൽ എന്ന് പറയുന്ന പാർട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത്, അപ്പോൾ ഈ ഒരു സിഗ്നലിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ നമുക്ക് ഈ RLനെ ക്രോസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ആംപ്ലിഫൈഡ് സിഗ്നലായിട്ട് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഈ ഇത്രയും പാർട്ട് നമ്മൾ ഈ റെസിസ്റ്റൻസ് R1, R2, RC, R ഇത്രയും പാർട്ട് വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് ആംപ്ലിഫയർ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് അഡീഷണൽ ഡിവൈസും കൊണ്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടിയിട്ട് വരും. അപ്പോൾ അഡീഷണൽ ഡിവൈസ് ഓരോന്നും എന്താണ് അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ ഓൾറെഡി സപ്പോസ് വി ഹാവ് പ്ലസ് VCC എന്ന് പറയുന്ന ബാറ്ററി സോഴ്സ് വെച്ചിട്ട് ബാറ്ററി വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എന്തുണ്ടായിരിക്കും, സർക്യൂട്ടിലൂടെ ഒരു കറൻറ്റ് ഫ്ലോ നടക്കും. അപ്പം നമുക്ക് കിട്ടുന്ന കറൻറ്റ് നമുക്ക് ബേസ് കറൻറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ IB എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ DC കറൻറ്റാണ് അതൊക്കെ IB. അതുപോലെ എമിറ്റർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ I ഈസ് ഹിയർ, കളക്ടർ കറൻറ്റ് ഈസ് IC ഈസ് ഹിയർ. അങ്ങനെ നമുക്ക് ഓരോന്നിനും ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലസ് VCC അലോൺ നമുക്ക് ഈ DC വാല്യൂസ് ഓൾറെഡി അത് പ്രസൻ്റ് ആണ്. ഇനി സപ്പോസ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്പോസ് വി ആർ അപ്ലൈങ് ദിസ് സിഗ്നൽ കൊടുക്കുമ്പോൾ സിഗ്നൽ ഈസ് AC ഇൻ നേച്ചർ. സിഗ്നൽ ഈസ് റെപ്രസെൻറ്റ് ലൈക്ക് ദി AC വേവ്. ഇറ്റ് ഈസ് എ സൈനസോയിഡലി വേരിങ് വേവാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കൊണ്ട് നമുക്കറിയാം ഓൾറെഡി ഇവിടെ നമുക്ക് ഈ ബയാസിങ് ലെവലൊക്കെ ആൾട്ടർ ചെയ്യും. അതായത് ബേസ് എമിറ്റർ ജംഗ്ഷനിൽ ആണ് നമുക്ക് ഈ സിഗ്നൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ബേസ് എമിറ്റർ ജംഗ്ഷനിൽ വോൾട്ടേജിൽ വേരിയേഷൻ വരും. കറസ്പോണ്ടിങ് ആയിട്ട് കളക്ടർ കറൻറ്റ് വേരി ചെയ്യും, കറസ്പോണ്ടിങ് IC വേരിയേഷൻ വരും. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് IEയിൽ നമുക്ക് വേരിയേഷൻ വരും. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ദി സിഗ്നൽ നമുക്ക് കിട്ടുന്ന കറൻറ്റാണ് IB എന്ന് പറയുന്നത്. അതുപോലെ IE സ്മോൾ I എന്ന് പറയുന്ന AC കറൻറ്റുകൾ, അതുപോലെ സ്മോൾ IC എന്ന് പറയുന്ന ഈ ഒരു കറൻറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി സപ്പോസ് നമ്മൾ ഈ രണ്ട് സിഗ്നൽ പ്ലസ് VCC എന്ന് കണക്ട് ചെയ്യുമ്പോൾ ദ ടോട്ടൽ റിസൾട്ട് ഓഫ് ദിസ് വിൽ ബി that is we can represent like this: I, then small I and capital B, and that is the sum of the DC current IB and AC current IB.
So all the parameters will have AC components and DC components. The current, voltage, etc. all will be the sum of the AC components and DC components in this circuit. So this circuit നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ബയാസിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വോൾട്ടേജും കറണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ബയാസ് വോൾട്ടേജ് കിട്ടും. നമുക്കിപ്പോൾ കളക്ടർ വോൾട്ടേജാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ VC ആണ് നോക്കുന്നതെങ്കിൽ VCE എന്ന് പറയുന്ന വോൾട്ടേജ് ഈ ഒരു ലെവലിൽ നമ്മൾ ഇതാണ് നമുക്ക് ഇൻ ദ പ്രസൻസ് ഓഫ് DC സോഴ്സിൽ മാത്രം വരുമ്പോൾ ഈ ഒരു കറണ്ട് വോൾട്ടേജാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ഇനി ഈ ഒരു വോൾട്ടേജിന് നമ്മൾ AC സപ്ലൈ ചെയ്യുമ്പം ആ വോൾട്ടേജിൻ്റെ എബവ് ആൻഡ് ബിലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ് ദ വോൾട്ടേജ് വേരിയേഷൻ ഈസ് എബവ് ആൻഡ് ബിലോ ദി ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്, എബവ് ആൻഡ് ബിലോ ദി ഓൾറെഡി എക്സിസ്റ്റിംഗ് DC വാല്യൂ, നോട്ട് ഹിയർ. ഇതാണ് നമ്മൾ സാധാരണ AC എന്ന് പറയുന്നത്. ആ AC നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബവ് ആൻഡ് ബിലോ ദി ബയാസ് വോൾട്ടേജ്. ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി യു ഹാവ് ടു നോട്ട് ഇൻ ഓൾ കേസ് ഓഫ് ദി ട്രാൻസിസ്റ്റേഴ്സ്. അതായത് ഈവൺ ഇഫ് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു സർക്യൂട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്യുക. എന്നിട്ട് സിഗ്നലിനെ ഓഫാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിനനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് വോൾട്ടേജ് ഡിവൈഡ് ചെയ്തിട്ട് വരുന്നത് കാണാം. സപ്പോസ് നമ്മളൊരു VCC 12 വോൾട്ട്, VCE നമ്മൾ 6 വോൾട്ടിലാണ് സെറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തതെങ്കിൽ നിങ്ങൾ VCE എന്ന് പറയുന്ന വോൾട്ടേജ് ഒരു മൾട്ടിമീറ്റർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എന്തുണ്ടായിരിക്കും 6 വോൾട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഇത്രയും വോൾട്ടേജ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള വാല്യൂസിനുള്ള വോൾട്ടേജ് നിങ്ങൾക്ക് ഓരോ കോമ്പണൻസിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സർക്യൂട്ട് എന്ത് ചെയ്യുള്ളൂ, ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സർക്യൂട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് സിഗ്നൽ ഓഫ് ചെയ്യുക, സിഗ്നൽ കണക്ട് ചെയ്യുക പക്ഷേ സിഗ്നൽ ഓഫ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ DC മാത്രം ഓൺ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വോൾട്ടേജുകളൊക്കെ ചെക്ക് ചെയ്യണം. വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെ അക്രോസും നമുക്ക് എന്ത് വേണം, അപ്പോൾ നമ്മൾ VCC 12 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു പകുതി നിങ്ങൾക്ക് ഇവിടെ കിട്ടണം, VCE കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും ടെർമിനലിൻ്റെ ഇടയ്ക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ ഇത് എന്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ, ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഏകദേശം എന്ന് പറയുന്നത് 6 വോൾട്ട് കറക്റ്റ് ഇല്ലെങ്കിലും ആക്റ്റീവ് റീജിയൻ്റെ ആ ഒരു റേഞ്ചിലായിരിക്കും ഈ 6 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്, അല്ലെങ്കിൽ 6.7 വോൾട്ട് അങ്ങനെയൊക്കെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും VO എന്ന് പറഞ്ഞിട്ട് അവർ ഒരു മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ആ റേഞ്ചിൻ്റെ അതുവരെ ഇതിന് വേരിയേഷൻ പറ്റുള്ളൂ. ഈ VBൻ്റെ എബോവ് ആൻഡ് ബിലോ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ ഒരു റേഞ്ചിലേക്ക് വേരിയേഷൻ പറ്റുള്ളൂ. അത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് എന്ത് കൊടുക്കാൻ, ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ബയാസ് വോൾട്ടേജ് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ കൊടുത്ത ഈ സിഗ്നൽ ഒരു സൈനസോയിഡൽ സിഗ്നലായിട്ടുള്ള A sin omega t എന്ന് പറയുന്ന ഒരു സിഗ്നൽ വേരിയേഷനും കൂടെ കൂടിയതാണ് നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇനി നമ്മൾ സപ്പോസ് ഈ വോൾട്ടേജിൻ്റെ വേരിയേഷൻ നമുക്ക് VB എന്ന് പറയുന്ന വോൾട്ടേജിനേക്കാളും സപ്പോസ് നമ്മൾ ഇതിൻ്റെ മാക്സിമം വോൾട്ടേജിൻ്റെ ലിമിറ്റ് ഒന്ന് താഴ്ത്തി വയ്ക്കുക. വോൾട്ടേജ് ലിമിറ്റ് താഴ്ത്തിയിട്ട് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇത് VBനേക്കാളും ഇങ്ങനെ കൂടേണ്ട ഒരു വോൾട്ടേജ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നിന്ന് അതെന്തായിട്ട് മാറും, Vmax എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ദ ഷേപ്പ് ഓഫ് ദി ഔട്ട്പുട്ട് വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഷേപ്പ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് വേവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വേവ്, ആംപ്ലിറ്റ്യൂഡ് കുറവാണ് പക്ഷേ ഷേപ്പ് ഇങ്ങനെയാണ്. പക്ഷേ ഔട്ട്പുട്ട് വേവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്ലിപ്പ്ഡ് വേവാണ് വരുന്നത്. ഇങ്ങനെ ഒരു ക്ലിപ്പ്ഡ് വേവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേവിന് ഈ വേവ് ഫോമിന് നമ്മൾ പറയുന്നത് ഇതിനെ പറയുന്നത് ഔട്ട്പുട്ട് വേവ് ഫോം ഈസ് ക്ലിപ്പ്ഡ് വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പം ഇത് എന്തല്ല, ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സപ്പോസ് നമ്മൾ അതിൻ്റെ മിനിമം ലിമിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മിനിമം ലിമിറ്റിൻ്റെ അവിടെയും ചാൻസ് ഉണ്ട്. അതിൻ്റെ ലോവർ ലിമിറ്റ് കുറച്ചു എന്ന് വയ്ക്കുക. ലോവർ ലിമിറ്റ് കുറയ്ക്കുമ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലോവർ പാർട്ട് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി സിഗ്നൽ അതിന് ഡിസ്റ്റോർഷൻ നടന്നിട്ടുണ്ട്. ഈ 2 കേസിലും നമുക്ക് കിട്ടുന്ന ഫെയ്ത്ത്ഫുൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷൻസ് വെക്കുമ്പോൾ നമ്മൾ ബയാസ്ഡ് വോൾട്ടേജിൻ്റെ
എബവ് ആൻഡ് ബിലോ സിഗ്നൽസ് മാറിക്കഴിഞ്ഞാലും ദാറ്റ് ഷുഡ് നോട്ട് ഫോൾ ടു ദ കട്ട് ഓഫ് ഓർ സാച്ചുറേഷൻ റീജിയൻ. ആ ക്ലിപ്പിംഗ് വരാൻ കാരണം എന്താണ്? നമ്മൾ വെച്ചിരിക്കുന്ന വി മാക്സ് വി മിനിമം എന്ന് പറയുന്ന ആ റേഞ്ചിന് ഡിപ്പെൻഡ് ചെയ്താണ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കട്ട് ഓഫ് റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ ആണ്. അപ്പോൾ ഈ സാച്ചുറേഷൻ റീജിയനിലേക്കോ അല്ലെങ്കിൽ കട്ട് ഓഫ് റീജിയനിലേക്കോ ഒരിക്കലും ആംപ്ലിഫൈഡ് സിഗ്നൽ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. ആ ഒരു കേസിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ ക്ലിപ്പ്ഡ് സിഗ്നലായിരിക്കും. അല്ലെങ്കിൽ അതർവൈസ് ആംപ്ലിഫിക്കേഷൻ വിൽ ബി എ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഒരു റിക്വയർമെൻ്റ് ആണ്. നമുക്കൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബയാസിങ് സർക്യൂട്ടാണ്. ബയാസിങ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റേഴ്സ് R1, R2, RE ആൻഡ് RC ഇത്രയും കൂടിയ ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ബയാസിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്. Biasing circuit must be such that the correct operating point should be established. Otherwise, a part of the negative or positive cycle may be cut off or clipping will be occurred. If biasing is not proper, then clipping will be occurred. Then next component is the extra component which we have added is input capacitor Cin. That is the capacitor which we have added in the input part. You can see in the figure. Cin, it is marked as Cin. It is connected in between the signal and the base terminal, and the purpose of this capacitor is very important, and it is used to couple the signal to the base of the transistor. And what will happen if it is not used? That is important. If it is not used, the signal source resistance will come across R2 and thus change the bias. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ബയാസിങ്ങിനെ ആൾട്ടർ ചെയ്യാൻ പറ്റും. അതായത് സിഗ്നൽ റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡറേഷനിലൊന്നും വരാത്തൊരു ക്വാണ്ടിറ്റിയാണ്. ഈ സിഗ്നൽ സോഴ്സിൻ്റെ റെസിസ്റ്റൻസ് R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ ക്രോസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ കപ്പാസിറ്റർ ഇൻപുട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. ഇറ്റ് പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് DC കറൻറ്റ് ഫ്രം ദി ആംപ്ലിഫയർ ഇൻ ടു ദ സിഗ്നൽ സോഴ്സ് ഓർ വൈസ് വേഴ്സ. അപ്പോൾ അത് സോഴ്സിൽ നിന്ന് ആംപ്ലിഫയർ സർക്യൂട്ടിൽ നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുന്ന DC കറൻറ്റ് സിഗ്നലിലേക്ക് ഫ്ലോ ചെയ്യുന്നതിന് അത് പ്രിവെൻറ്റ് ചെയ്യും. നിങ്ങൾക്കറിയാം കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ബ്ലോക്സ് DC ആണ്. അപ്പോൾ ഓൾറെഡി ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ ആ ബയാസിങ് പാർട്ടിൽ നമുക്കൊരു DC വോൾട്ടേജ് ഉണ്ട്. ആ DC കറൻറ്റിനെ എവിടേക്ക് ഫ്ലോ ചെയ്യിക്കില്ല, സിഗ്നലിലേക്ക് ഫ്ലോ ചെയ്യിക്കില്ല. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ കോൾഡ് കപ്ലിംഗ് കപ്പാസിറ്റർ ഓർ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ ബിക്കോസ് ദേ ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് DC കറൻറ്റ്. ആൻഡ് ദ കപ്പാസിറ്റേഴ്സ് മസ്റ്റ് ബി ലാർജ് ഇനഫ് of the order of 10 microfarad to offer negligible impedance to the AC signal. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റേഴ്സ് 10 μFൻ്റെ ഓർഡറിലുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അത് ഇമ്പിഡൻസ് അത് ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് നെഗ്ലിജിബിൾ ആവാൻ. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1/2πfc ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് കൂടുന്തോറും ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് കേസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്നാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സിഗ്നൽ സോഴ്സ് റെസിസ്റ്റൻസ് വിൽ കം അക്രോസ് R2 ആൻഡ് ദാറ്റ്സ് ബയാസിംഗ് വിൽ ബി ആൾട്ടേർഡ്. And the second one is it prevents the flow of DC current from the amplifier circuit into the signal source. ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻപുട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്യൽ നിർബന്ധമാണ്. അതർവൈസ് ദ സർക്യൂട്ട് വിൽ നോട്ട് വർക്ക് ഇൻ ദ പ്രാക്ടിക്കൽ മാനർ. ആൻഡ് കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ആയിട്ട് നമ്മൾ കെപ്റ്റ് ചെയ്യും ഇൻ ഓർഡർ ടു കീപ് ദ ഇമ്പിഡൻസ് ഓഫ് ദി അത് സിഗ്നലിന് ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഹൈ വാല്യൂ ഓഫ് കപ്പാസിറ്റേഴ്സ് 10 μFൻ്റെ ഓർഡറിൽ വരുന്ന കപ്പാസിറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലാബിൽ കാണുമ്പോൾ രണ്ട് ടൈപ്പ് കപ്പാസിറ്റർ കാണും. ഒരെണ്ണം ഒരു ഡിസ്ക് ടൈപ്പ് എന്ന് പറയും, പിന്നെ വേറൊരെണ്ണം പറയുന്നത് ഇലക്ട്രോളിറ്റിക് ആണ്. ഡിസ്ക് ടൈപ്പ് എന്ന് പറയുമ്പം ചെറിയൊരു റൗണ്ട്, അതിന് രണ്ട് ലെഗും കാണും. ഇതിൻ്റെ മുകളിൽ കുറേ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഡിസ്ക് ടൈപ്പ് എന്ന് പറയുക. അതിന് ടെർമിനൽസ് ഒന്നും മാത്രം നമ്മൾ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. വേറൊരു ടൈപ്പ് ഇലക്ട്രോളിറ്റിക് എന്ന് പറയുന്നത് അതിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും. അതുപോലെ ആ ലെഗിൻ്റെ നേരെ നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ വാല്യൂസ് μF മൈക്രോ ഫാരഡിലാണെങ്കിൽ അത് തന്നെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ റെപ്രസെൻറ്റേഷൻ 104, 103 എന്ന് പറയുന്ന നമ്പേഴ്സ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. 103, 104 നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 104 മീൻസ് ഇറ്റ് ഈസ് 10 × 10⁴ പൈക്കോഫാരഡ് എന്നാണ് മീനിങ്. 10 × 10⁴ പൈക്കോഫാരഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻8
-12 ഫാരഡിനെയാണ് നമ്മൾ പൈക്കോ ഫാരഡ് എന്ന് പറയുന്നത്. 10 × 10⁴ പൈക്കോ ഫാരഡ്. 103 ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് 103, ഇറ്റ് ഈസ് 10 × 10⁻³ പൈക്കോ ഫാരഡ്. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇറ്റ് ഈസ് ഇപ്പോൾ 10 പൈക്കോ ഫാരഡ് ആണെങ്കിൽ 10 × 10⁻⁴ പൈക്കോ എന്ന് പറയുമ്പോൾ 10⁻⁻12 എന്ന് വരും. അത്രയും ഫാരഡാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു, യൂഷ്വലി നമ്മൾ മൈക്രോ ഫാരഡിൻ്റെ ഓർഡറിലാണ് കപ്പാസിറ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. മൈക്രോ ഫാരഡ് എന്ന് പറയുമ്പം അത് 10⁻⁻6 ഫാരഡിനാണ് നമുക്ക് എന്ത് പറയുന്നത്? മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഓൾറെഡി ഉള്ള ഈ ഒരു പാർട്ടിനെ 10⁻⁻6ൻ്റെ ഓർഡറിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദീസ്. 10 × 10⁻⁻8 എന്ന് എഴുതാൻ പറ്റും. 10 × 10⁻8 ഫാരഡാണ് നമ്മൾ 104 എന്ന് പറയുന്ന കപ്പാസിറ്റർ. അപ്പം 10 × 10⁻⁻8. അപ്പോൾ 10 × 10⁻⁸ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് 0.1 × 10⁻6 എന്ന് എഴുതാമല്ലോ. 0.1 × 10⁻6 ഫാരഡ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് 0.1 മൈക്രോ ഫാരഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ 104 ഇസ് ഈക്വൽ ടു 0.1 മൈക്രോ ഫാരഡ് എന്ന് എഴുതാൻ പറ്റും. ഇഫ് ഇറ്റ് ഈസ് 103 ആകുമ്പോൾ എന്ത് വരും? ഒരു ഡിജിറ്റ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിതുപോലെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ 10 × 10⁻³ × 10⁻⁻12 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇറ്റ് ഈസ് 0.01 മൈക്രോ ഫാരഡ്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ ആവശ്യം വരും കേട്ടോ. അവിടെ നിങ്ങൾ പൈക്കോ ഫാരഡിലൊന്നുമല്ലേ കാണാം, മൈക്രോ ഫാരഡിലാണ് വാല്യൂസ് കാണാം. അപ്പോൾ 103 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.01 മൈക്രോ ഫാരഡ്. ഇഫ് ഇറ്റ് ഈസ് 102, ഇറ്റ് ഈസ് 0.001 മൈക്രോ ഫാരഡ്. ലൈക്ക് ദാറ്റ് യു ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ. If it is already in the electrolytic capacitor, it is already mentioned as 10 microfarad like that. So there is no need of conversion in that case. Okay. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് രണ്ടാമതൊരു കപ്പാസിറ്റർ എമിറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് കപ്പാസിറ്റർ ഈസ് നോൺ ആസ് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കണക്റ്റഡ് പാരലൽ വിത്ത് RE ആണ് to provide low impedance path to the amplified AC signal. It is used to provide low impedance path to the amplified AC signal. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ആംപ്ലിഫൈഡ് AC സിഗ്നൽ flowing through RE causes a voltage drop across it and thereby reducing the output voltage. അപ്പം ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിനുള്ള ഒരു പോസിബിലിറ്റിയാണ് അവിടെ പറയുന്നത്. അതായത് പാർട്ട് ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് RE പ്രൊഡ്യൂസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ദസ് റെഡ്യൂസസ് ദ ഗെയിൻ. അപ്പം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം. നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കപ്പാസിറ്റർ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് വരും. ഈ RE എന്ന് പറയുന്ന വോൾട്ടേജിൻ്റെ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഔട്ട്പുട്ടിൽ വരുന്ന ഒരു വോൾട്ടേജിൻ്റെ ഒരു പാർട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അത് എവിടേക്ക് പോരും? ഇൻപുട്ടിലേക്ക് എഗെയിൻ അതിൻ്റെ ഒരു പാർട്ട് വരും. അപ്പോൾ അത് നമ്മൾ പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി ഇൻപുട്ട് സിഗ്നലിൻ്റെ 180 ഡിഗ്രി ഫേസിൽ വരുന്ന ഔട്ട്പുട്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ വരുന്ന ഒരു സിഗ്നലാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പോൾ ആ ഔട്ട്പുട്ടിൻ്റെ സിഗ്നൽ ഇൻപുട്ടിലേക്ക് വരുമ്പോഴേ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കായിട്ട് ആക്ട് ചെയ്യും. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറയാനുണ്ട്. അത് നമുക്ക് ആ ചാപ്റ്റർ വരുമ്പം പറയാം. അപ്പോൾ ഇതിൻ്റെ എമിറ്ററിൻ്റെ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ദർ വിൽ ബി എ വോൾട്ടേജ് ഡ്രോപ്പ് across the resistance RE and that will cause a negative feedback. If there is a negative feedback in the circuit then it can reduce the gain of the amplifier. അതാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി ഇതിൻ്റെ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ AC സിഗ്നൽ ഒരിക്കലും എവിടേക്ക് പോവില്ല, ഈ REൻ്റെ അക്രോസ് എല്ലാം ഡ്രോപ്പ് ചെയ്യുക, അത് കപ്പാസിറ്ററിലൂടെ അത് ബൈപ്പാസ് ചെയ്തിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും CE എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസും RE എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും തമ്മിലുള്ള ഒരു റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഓഫ് CE ദാറ്റ് ഈസ് XE വിൽ ബി ഈക്വൽ ടു 1/ωCE എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ വാല്യൂ RE/10ൻ്റെ ഓർഡറിലായിരിക്കണം. RE/10ൻ്റെ ഓർഡറിൽ, അതായത് RE എത്ര ഉണ്ടോ അതിൻ്റെ 1/10 മാത്രമേ ഏത് വരുന്നുള്ളൂ, നമ്മൾ
സിയുടെ വരുന്ന ഇമ്പിഡൻസ്. അതായത് 2 പാത്താണ്. ഒരു പാത്ത് RE റെസിസ്റ്റൻസ് ഉള്ള ഒരു പാത്തും വേറൊരു പാത്ത് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് RE/10 എന്ന് പറയുന്ന ഒരു പാത്ത് റെസിസ്റ്റൻസ് വരുന്ന പാത്ത്. അപ്പോൾ നിങ്ങൾക്കറിയാം എപ്പോഴും സിഗ്നൽ ചൂസ് ചെയ്യുക ലോ റെസിസ്റ്റൻസ് പാത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സിഗ്നൽ എപ്പോഴും ഇതിലൂടെ പാസ് ചെയ്യും, കപ്പാസിറ്റൻസിലൂടെ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിട്ട് ഈ നെഗറ്റീവ് ഫീഡ്ബാക്കിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എമിറ്റർ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കപ്ലിംഗ് കപ്പാസിറ്റർ CC ആണ്. കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് കപ്പിൾസ് വൺ സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. അതുകൊണ്ടാണ് അതിന് ആ പേര് പറഞ്ഞത്. ഒരു സ്റ്റേജിനെ അടുത്ത സ്റ്റേജായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ്, അത് യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദി ബയാസിങ് കണ്ടീഷൻസ് ഓഫ് ദി നെക്സ്റ്റ് സ്റ്റേജ് വിൽ ബി സീരിയസ്ലി അഫക്റ്റഡ്. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് ആംപ്ലിഫിക്കേഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിൻ്റെ ബയാസിങ് കണ്ടീഷൻ നമ്മൾ ഈ ഒരു കപ്പാസിറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മുമ്പത്തെ സർക്യൂട്ടിനെ യൂസ് ചെയ്തിട്ടോ ഒന്നുമല്ല നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം അപ്പോൾ അതിൻ്റെ ഇത് കംപ്ലീറ്റ് ആൾട്ടർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐസൊലേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ദ ബയാസിങ് കണ്ടീഷൻസ് ഓഫ് ദി നെക്സ്റ്റ് സ്റ്റേജ് വിൽ ബി സീരിയസ്ലി affected. If it is not used, the biasing conditions of the next stage will be seriously affected. It is because DC current will flow from first stage to the next stage. ഈ കപ്പാസിറ്റർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലേക്ക് DC കറൻറ്റ് ഫ്ലോ ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇഫ് വി ആർ കണക്റ്റിംഗ് എ കപ്പാസിറ്റർ, വാട്ട് ഹാപ്പൻസ്? DC കറൻറ്റ് അവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും DC കറൻറ്റ് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് എവിടേക്ക് കടക്കാൻ പറ്റില്ല, സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റില്ല. ആൾസോ ദ കളക്ടർ റെസിസ്റ്റൻസ് RC വിൽ കം ഇൻ പാരലൽ വിത്ത് ദ അപ്പർ റെസിസ്റ്റൻസ് R1 ഓഫ് ദി ബയാസിംഗ് നെറ്റ്വർക്ക് ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ്, നെക്സ്റ്റ് സ്റ്റേജ്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റേജിൽ RC എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ എന്ത് വരുന്നുണ്ട്? R1 എന്ന് പറയുന്ന ബയാസിങ് സർക്യൂട്ട് വരുന്നുണ്ട്. ഇതേപോലത്തെ സർക്യൂട്ടുകൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ എന്താണോ കണ്ടത് അത് തന്നെയാണ് സെക്കൻഡ് സ്റ്റേജിൽ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ RC എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജിൻ്റെ R1. ഈ രണ്ട് റെസിസ്റ്റൻസ് തമ്മിൽ പാരലായിട്ട് കണക്ഷനിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ RCൻ്റെ വാല്യൂ മാത്രം ഇട്ടിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിൽ R1 മാത്രമാണ് എടുത്തിട്ട് ചെയ്യുക. നമ്മൾ ഒരിക്കലും R1 പാരലൽ RC എടുക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനുള്ള ഒരു ചാൻസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇത് ഒരു കപ്പാസിറ്റർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ദ കപ്ലിംഗ് കപ്പാസിറ്റർ CC ഐസൊലേറ്റ്സ് DC ഓഫ് വൺ സ്റ്റേജ് ഫ്രം ദ നെക്സ്റ്റ് സ്റ്റേജ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഐസൊലേറ്റ് DC ഓഫ് വൺ സ്റ്റേജ് ഫ്രം ദ നെക്സ്റ്റ് സ്റ്റേജ് ബട്ട് അലൗസ് ദ പാസേജ് ഓഫ് AC സിഗ്നൽ. AC സിഗ്നലിൽ പാസ് ചെയ്യിക്കും, DCനെ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് അത് ഐസൊലേറ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ ഇത് മൂന്ന് കപ്പാസിറ്റേഴ്സിൻ്റെ പർപ്പസ് നമ്മൾ കണ്ടു. കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൻ്റെ ബയാസിങ് കണ്ടീഷൻസിനെ ആൾട്ടർ ചെയ്യാതെ നോക്കണമെങ്കിൽ നമ്മൾ ഒരു കപ്പാസിറ്റർ കൊടുക്കണം. അതുപോലെ കപ്പാസിറ്റർ യൂസ് ചെയ്യാതെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ RC ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ് വിൽ കം ഇൻ പാരലൽ ടു ദ R1 ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ് ആൻഡ് ദ ബയാസിങ് കണ്ടീഷൻസ് ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ് വിൽ ബി കംപ്ലീറ്റ്ലി ആൾട്ടേഡ്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു യൂസ് കപ്ലിംഗ് കപ്പാസിറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സ്ട്രാ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ പ്രാക്ടിക്കൽ ആംപ്ലിഫയറിൽ എക്സ്ട്രാ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസും അതിൻ്റെ യൂസും. അപ്പോൾ ഇത്രയും കോമ്പണൻസ് ഉണ്ടെങ്കിൽ അതെന്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ, ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആവുള്ളൂ. അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ അതൊരു പ്രാക്ടിക്കലി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടായിട്ട് മാറും. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുക. ഫംഗ്ഷൻ ജനറേറ്ററിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സൈൻ വേവ് കൊടുക്കാം, സ്ക്വയർ വേവ് കൊടുക്കാം. അപ്പോൾ ഏത് വേവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു വേവ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ നിങ്ങൾക്ക് CRO എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ആ CRO എന്ന് പറയുന്ന ഡിവൈസിൽ ഈ വേവിൻ്റെ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ ഒരു വേവ് ഫോം ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ആ വേവ് ഫോം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇൻപുട്ട് വേവ് നമുക്കതിൽ കാണാം, ഔട്ട്പുട്ട് വേവ് നമുക്ക് കൊടുക്കാൻ പറ്റും. 2 പ്രോബൊക്കെ കണക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും ജസ്റ്റ് ആൾട്ടർ നമ്മൾ സൈൻ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഇൻപുട്ട് സിഗ്നലിൽ ഇങ്ങനെയാണ് ഒരു ഇൻസ്റ്റലിൽ വെച്ചാൽ അതേ ഇൻസ്റ്റലിൽ ഔട്ട്പുട്ട് വേവ് എങ്ങനെയായിരിക്കും? ആംപ്ലിഫൈഡ് ഒരു ഔട്ട്പുട്ട് വേവ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് ആംപ്ലിഫൈഡ് സിഗ്നൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിഗ്നൽ ഓഫ് ചെയ്തിട്ട് നമ്മൾ VCC മാത്രം ഓണാക്കിക്കൊണ്ട് അവിടെ VCE എന്ന് പറയുന്ന വോൾട്ടേജ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ VCE ജസ്റ്റ് ഹാഫ് ഓഫ് ദി VCC ഉണ്ടോ എന്നുള്ളത് നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.